റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഹിന്ദി. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപിക സിനി കെ ജോസഫ്. നമസ്തേ, ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. എൻ്റെ പേര് സിനി കെ ജോസഫ്. SSLC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹിന്ദി പഠനത്തിന് നിങ്ങളെ സഹായിക്കുന്നതിനായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. റാപ്പിഡ് റിവിഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത് ദില്ലിമേം ഉനീന്റെയും സംസ്മരണം വരെയാണ് നമ്മൾ ക്ലാസ് കേട്ടത്. ഇന്ന് നമ്മൾ തുടരുകയാണ്. മധുരവചൻ ദോഹെ ആണ് ഈരടികൾ. അതിനകത്ത് ദോഹെ എന്ന് പറഞ്ഞാൽ 2 വരികൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതിനകത്ത് വരുന്ന അതിന്റെ അർത്ഥം വളരെ കൂടുതലാണ്. ആശയം വളരെ അധികമുള്ള ഈരടികൾ, അതാണ് ദോഹെ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ദോഹെ എന്ന് പറയുന്നത് കബീർദാസ് കെ ദോഹയാണ്. അതിൽ പറയുന്നത് ഐസി ബാണി ബോലിയെ മൻഗ ആപാഖ് ഹോയ് അപ്പന തൻ ശീതൽ കരെ ഔരൻഗോ സുഖ ഹോയ്. കബീർദാസ് കെ ദോഹ ഹെ യഹ്. എഴുതി തുടങ്ങുമ്പോൾ, ആശയം എഴുതുമ്പോൾ നമ്മളിങ്ങനെ എഴുതി തുടങ്ങുക. അല്ലെങ്കിൽ യഹ് ദോഹെ കബീർദാസ് കെ है. इसमें कबीरदास हमें कहते हैं कि हमें मधुर और शांत वाणी बोलनी चाहिए, जिससे सुनने वालों का मन प्रसन्न और बोलने वालों का अहंकार भी समाप्त हो जाए. मधुर वाणी दूसरों को शीतलता प्रदान करती है और സ്വയം मन को भी ആനന്ദിത करती है. എന്ന് വെച്ചാൽ കബീർദാസ് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാവരോടും നല്ല വാക്കുകൾ സംസാരിക്കുക, ശാന്തമായി സംസാരിക്കുക. കേൾക്കുന്നവർക്ക് സുഖം സന്തോഷം ഉണ്ടാവുന്നു, നമ്മുടെ മനസ്സിനും പറയുന്നവർക്കും അത് സന്തോഷം നൽകുന്ന. അതുകൊണ്ട് നല്ല വാക്കുകൾ മാത്രം എപ്പോഴും സംസാരിക്കുക. രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് സാധു ഐസ ചാഹിയെ. സാധു സജ്ജൻ എങ്ങനെയുണ്ടാവണം? ജൈസ സൂപ്പ് സുഭായ്. ജൈസ പോലെ, സൂപ്പ് സുഭായ് എന്ന് പറഞ്ഞാൽ മുറം പോലെ ഉള്ള സ്വഭാവം ആയിരിക്കണം. മുറത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നല്ല വസ്തുക്കളെ സ്വീകരിക്കുകയും നല്ല ധാന്യങ്ങളെ അവശേഷിപ്പിക്കുകയും ചീത്ത പതിരെണ്ണയൊക്കെ പാറ്റിക്കളയുകയും ചെയ്യുന്നതാണ് മുറം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം സജ്ജനങ്ങൾ, നല്ല ജനങ്ങൾ, നല്ല ആളുകൾ ഇങ്ങനെയായിരിക്കണം എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. സാർ സാർക്കോ ഗഹി രഹേ. സാർ സാർക്കോ രഹി രഹേ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള കാര്യങ്ങളെ മാത്രം ഗ്രഹിക്കുകയും തോഥ ദേ ഉഠായ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ആശയം എഴുതാനായിട്ട് വരുമ്പോൾ കബീർദാസ് കെ ദോഹ ഹെ യഹ് എന്ന് തുടങ്ങുക. എന്നിട്ട് പറയുന്നത് പിന്നെ കബീർദാസ്, സൂർദാസ്, തുളസിദാസ് ഇവരൊക്കെ പ്രാചീന കവികളാണ്. ഹിന്ദി സാഹിത്യക്ക് പ്രാചീന കവി ഹെ. അപ്പൊ ഇതിങ്ങനെ വേണേ തുടങ്ങാം. ഹിന്ദി സാഹിത്യക്ക് പ്രാചീന കവി കബീർദാസ് കെ ദോഹെ ഹെ യഹ്. അത് അദ്ദേഹം പിന്നെ പറയുന്നത് എന്താണ്? ആശയ യഹ് കി മഹാപുരുഷ് യാനി സജ്ജൻ ജീവൻ മേ ഐസാ ഹോനാ चाहिए जिस प्रकार सूप का स्वभाव होता है. सूप अपने पास अच्छे अनाज को रखकर उसकी गंदगी साफ कर देता है. इसी प्रकार सज्जन लोगों को अपने अंदर अच्छाइयों को ग्रहण करना चाहिए और बुराइयों को छोड़ना चाहिए. തുളസിദാസിന്റെ 2 ദോഹകളാണ് അടുത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ തുളസി പറയുന്നത് ദയാധർമ്മ കാ മൂല ഹെ പാപ മൂല അഭിമാൻ. തുളസി ദയാന ചോടിയെ ജബ് തക് ഘട് മേ പ്രാൺ. തുളസിദാസ് के इस दोहे में कहते हैं कि दया धर्म का मूल है. ദയയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. മൂലഹേ അടിസ്ഥാനം. പാപമൂല അഭിമാൻ. പാപമാണ് അഭിമാനം, അഹങ്കാരം. അഭിമാനം എന്ന് പറഞ്ഞാൽ അഭിമാനമല്ല, അഹങ്കാരമാണ്. അഹങ്കാരത്തിന്റെ പ്രധാന കാരണം എന്താണ്? പാപം. തുളസി ദയാന ചോടിയെ. തുളസി പറയുന്നത് ദയ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എപ്പോൾ വരെ? ഘട് തന്മേ ഘടമേ പ്രാൺ ജബ് തക് ഹോത്താ ഹേ. നമ്മുടെ ശരീരത്തിൽ എപ്പം വരെയാണോ ജീവനുള്ളത് അതുവരെ നമ്മൾ ഈ ധർമ്മം, ദയ എന്ന ഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്. അവർ അഭിമാൻ യാ അഹങ്കാർ പാപക മൂലകാരണ ഹേ. അഭിമാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അത് പാപത്തിന്റെ അടിസ്ഥാന കാരണവുമാണ്. ഹമേ അപ്പനെ ശരീരമേ ജബ് തക് പ്രാൺ ഹേ. നമ്മുടെ ശരീരത്തിൽ എന്നുവരെയാണോ ജീവനുള്ളത് തബ് തക് ദയാക്കോ നഹീം ചോടന ചാഹിയെ. അതുവരെ നമ്മൾ ദയ ഉപേക്ഷിക്കരുത്. അടുത്ത ദോഹയിലെ തുളസിയുടെ ദോഹയിൽ പറയുന്നത് സജീവ വൈദ്യ ഗുരു തീനി ജിയോ प्रिय बोल ही भय आस राज धर्मदन तीनी कर होय बेग ही नास. തുളസിദാസ് കെ ഇസ് ദോഹെ മേ കഹത്തെ ഹേ കി. ഇതിനകത്ത് പറയുന്നത് എന്തെന്നാൽ യദി മന്ത്രി വൈദ്യ ഗുരു. സജീവ് എന്ന് പറഞ്ഞാൽ മന്ത്രി, വൈദ്യ എന്ന് പറഞ്ഞാൽ വൈദ്യര്, ഗുരു തന്നെ അധ്യാപകൻ. ഡർ യാ ലാഭക്ക് ആശാസെ. എന്തിനെങ്കിലും പേടിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നേടിയെടുക്കാനുള്ള ആഗ്രഹം മൂലമോ
ആശാസെ പ്രിയ ബാത്തേം കർത്തേ ഹേത്തോ. ശരിയായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ക്രമശഃ ഈ ക്രമത്തില് രാജ്യ ശരീർ और धर्म का नाश जल्दी हो जाता है. വൈദ്യരുടെ അപ്രിയമായ വാക്കുകൾ കൊണ്ട് ശരീരത്തിനും ഗുരുവിന്റെ അപ്രിയമായ വാക്കുകൾ കൊണ്ട് ധർമ്മത്തിനും നിരക്കാതെ സംഭവിക്കുന്നതുകൊണ്ട് നാശ് ജൽദി ഹോ ജാത്താ ഹെ, നാശം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് റഹീമിന്റെ ദോഹയാണ്. റഹീം പറയുന്നത് മൻ മോത്തി അരു ധൂത് രസ് ഇൻകി സഹജ സുഭായ. മനസ്സ്, മോത്തി മുത്ത്, അരു പൂവ്, ദൂത് പാല്, രസ് ഫ്രഷ് ജ്യൂസ് എന്ന് വേണേൽ പറയാം. ഇൻകി സഹജ സുഭായ, ഇതിന്റെ സഹജമായ സ്വഭാവം, അതിന്റെ സ്വാഭാവികത. ഫഡ്ജായേത്തോ, ഫഡ്ജാന നഷ്ടമാവുക, നഷ്ടമായാൽ നാമിലെ വീണ്ടും കിട്ടുകയില്ല, തിരിച്ചു കിട്ടുകയില്ല. കോടിൻ കരോ ഉപായി, എത്ര കോടിക്കണക്കിന് സൂത്രപ്പണികൾ ചെയ്താലും ഇതിന്റെ ഒറിജിനാലിറ്റി ഒരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ദോഹയുടെ ആശയം എഴുതുമ്പോൾ റഹീം ജി കഹത്തെ ഹേ കി രസ് ഫൂല് ദൂത് മൻ ഔർ മോത്തി ജബ് തക് സഹജ രൂപമേ ഹേ തബ് തക് അച്ഛേ ലഗ്തേ ഹേ. അതിന്റെ സ്വാഭാവികതയുള്ളപ്പോഴാണ് എപ്പോഴും നന്നായി കാണപ്പെടുന്നത്. ഇസ്മേ കോയി ഏക് ബാർ ടൂട്ട് ഫട്ട് ജായേത്തോ, അത് ഒരിക്കൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിപ്പോവോ എന്തെങ്കിലും ചെയ്താൽ, ചീത്തയായാൽ കരോട് ബാർ കോശിഷ് കർണേ പർ ഭി അപ്പനെ രൂപ നഹീം മിലേങ്കെ, അതിന് വീണ്ടും അതിന്റെ രൂപം തിരിച്ചു പിടിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. റഹിമാൻ അടുത്ത ദോഹയിൽ പറയുന്നത് റഹിമാൻ ധാഗ പ്രേമക മത് തോരോ ചട്കായെ. ഇതിനകത്ത് ഈ ഒരു ദോഹ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ആരുടെയാണ്, റഹീമിന്റെ ദോഹയാണ് റഹിമൻ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റഹിമൻ എന്ന് പറഞ്ഞ മനുഷ്യ. ധാഗ പ്രേമക, ധാഗ ചരട്, പ്രേംഗ ധാഗ സ്നേഹത്തിന്റെ ചരട്, മത്ത് തോരോ ചട്കായ, മത്ത് തോടോ, തോരോ എന്ന് പറഞ്ഞാൽ തോടോ, തോടിനെ പൊട്ടിക്കുക, അത് പൊട്ടിച്ചെറിഞ്ഞ് കളയരുത്. ചട്കായ പെട്ടെന്ന് അത് പൊട്ടിച്ചെറിഞ്ഞ് കളയരുത്. ടൂട്ടെ പൈ ഫിർ ന ജുരേ, ടൂട്ടിനെ പർ, പൈയുടെ അർത്ഥം പർ, പൊട്ടിപ്പോയാൽ ഫിർ ന ജുഡേ, ജോഡിന, ജുരേ എന്ന് പറഞ്ഞാൽ ജോഡിന, അത് വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയില്ല. ജുരേ ഗാണ്ട് പരീജായ്, എങ്ങാനും അത് കൂട്ടിച്ചേർക്കാൻ നോക്കിയാലോ, ഗാണ്ട് പടി ജാത്തേഹേ എന്ന് പറഞ്ഞാൽ, ഗാണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കെട്ട്, അതിൽ വീഴുന്നു. റഹീം ജി കഹത്തെ ഹേ കി പ്രേംഗ യാ സ്നേഹ കി രൂപി ധാഗ് ഏക് ബാർ ടൂട്ട് ജായേത്തോ, ഒരിക്കലെങ്ങാനും സ്നേഹമാകുന്ന ചരട് അല്ലെ ഏതെങ്കിലും ഒരു ബന്ധം പൊട്ടിപ്പോയാൽ 100 കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രീതിയിൽ അത് വീണ്ടും അത് ജോഡിന കൂട്ടിച്ചേർക്കാനായിട്ട് അത് മുഷ്കിൽ ഹോത്താ ഹേ, അത് കൂട്ടിച്ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടാവുന്നു. അഗർ ജുഡ് ഭി ജായേത്തോ ഉസ്മേ ഗാണ്ട് പടി ജാത്തി ഹേ, അത് കൂട്ടിച്ചേർത്താൽ തന്നെയും എന്നാ സംഭവിക്കും, അതിൻ്റെ വലിയൊരു കെട്ട് ഉണ്ടാവുന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും, അതുപോലെ ആയി തീരും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തുനിന്നെല്ലാം നമുക്കറിയാം ആശയം എഴുതാനായിട്ട് വരാം. ഈ ദോഹ ആരുടെയാണ് എന്നൊരു ചോദ്യം വരാം, അല്ലെങ്കിൽ ആശയവാലി പങ്ക്തിയ, ദോഹയുടെ ഏതെങ്കിലും ഒരു വരിയുടെ ആശയം നിന്നിട്ട് ആ ആശയത്തിലെ വരികൾ ഏതാണെന്ന് എടുത്തെഴുതാനായിട്ട് വരാം. പിന്നെ വാക്കുകൾ അർത്ഥം കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ സാധാരണ ഹിന്ദിയല്ല, മൈഥിലി ഭാഷ, അങ്ങനെയുള്ള പല ബ്രജഭാഷ ഒക്കെയാണ്. അപ്പോൾ ആ വാക്കുകളുടെ മീനിങ്ങുകൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ആ മീനിങ്ങുകൾ വെച്ച് ചേരുംപടി ചേർക്കാനും പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്, അങ്ങനെ ചേർക്കാനും വരാവുന്നതാണ്. Rapid revision. അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം കവിതയാണ് ഏക് തിൻക എന്ന് പറയുന്ന കവിത അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ് എഴുതിയതാണ്. ആ കവിയുടെ പേര് നന്നായിട്ട് കാണാതെ എഴുതി പഠിക്കുക ആദ്യം. ഹിന്ദി സാഹിത്യ പ്രമുഖ കവി അയോധ്യ സിംഗ് ഉപാധ്യായ की छोटी कविता है एक तिनका. कवि कहते हैं कि एक दिन कवि गर्व के साथ मुंडेर पर खड़ा था. कवि ഒരു ദിവസം ഗർവ് കെ സാത്ത് അഹങ്കാരത്തോടെ, അഹങ്കാരിയായ മനുഷ്യൻ മുണ്ടേർ പർ വീടിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്നു. തബ് തക്ക് തിൻക ദൂർ സെ ഉഡ്താ ഹുവ. ഏക്ക് തിൻക എന്ന് പറഞ്ഞാൽ ഒരു പുൽനാമ്പ്, ഒരു പുല്ലിന്റെ ഒരു ചെറിയ കഷ്ണം, അത് കാറ്റത്ത് ഉൻകി ആംഖോമേ പടുകയ, അദ്ദേഹത്തിന്റെ കണ്ണിലത് പതിച്ചു. വേ അചാനക് ചിജക് ഗയെ, അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി. ഉസ്നെ അപ്പേ ഹാത്തോസെ ആങ്ക് കോ ദബാദിയ, തന്റെ കണ്ണ് തിരുമാൻ തുടങ്ങി. ആങ്ക് ലാൽ ഹോക്കർ ദർദ് ഹോനെ ലഗി, കണ്ണ് ചുവന്നു, കണ്ണിന് വേദന എടുക്കാൻ തുടങ്ങി. അദ്ദേഹം അസ്വസ്ഥനായ
പറഞ്ഞപ്പോൾ ലോക കപ്പടെ മൂണ്ട് ദേക്കർ ആങ്കസെ തിൻക നികാൽ ദിയ. കൂടെയുള്ളവര് ആരെങ്കിലും ഒക്കെ നമ്മുടെ ചെറിയ വസ്ത്രങ്ങൾ കൊണ്ട്, നമ്മളാണെങ്കിലും കണ്ണിൽ പോയാൽ എന്തെങ്കിലും ഒരു വസ്തു എടുക്കാൻ വേണ്ടി തുണി ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് നമ്മുടെ കണ്ണിലെ ആ സാധനം ഇങ്ങനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അങ്ങനെ എടുത്തു കൊടുത്തു. അതാണ് കപ്പടെ മൂണ്ട് ദേക്കർ. ചെറിയ തുണിക്കഷ്ണം ഇങ്ങനെ ചുരുട്ടി നമ്മുടെ കണ്ണിലെ ആ വസ്തു ഇങ്ങനെ നീക്കം ചെയ്യുന്നത് പോലെ അങ്ങനെ ആ പുല്ലിന്റെ ചെറിയ കഷ്ണം എടുത്തു കൊടുത്തു. തബ് കവി കെ വിവേക് ഉസ് പർ വ്യംഗ്യ കിയ. അദ്ദേഹത്തിന്റെ സ്വന്തം, അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ്, ഇത്തന ഘമണ്ട് ക്യോം കർത്താ ഹേ, നീ എന്തിനാണ് ഇത്ര അഹങ്കരിച്ചത്? തേരെ ജൈസെ ഘമണ്ടി വ്യക്തിയോ കെ ലിയേ ഏക് തിൻഗാഹി കാഭി ഹേ. നിന്നെ പോലെയുള്ള അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് ഇത്ര ഒരു നിസ്സാരമായ ഒരു പുല്ല് പോലും ധാരാളമാണല്ലോ, അഹങ്കാരം ദൂരെ കളയാനായിട്ട് എന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധി തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. യഹ് കവിത സിഖാത്തി ഹേ കി ഹമേ കഭി ഭി ഘമണ്ട് നഹീ കർണ ചാഹിയേ. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? കഭി ഭി, ഒരിക്കലും, ഘമണ്ട് നഹീ കർണ ചാഹിയേ, അഹങ്കരിക്കരുത്. ക്യോങ്കി ഏക് ചോട്ടാ സാ തിൻകാ ഭി ഹമേ കഷ്ട പഹുഞ്ചാ സക്താ ഹേ. ഒരു ചെറിയ നിസ്സാരമായ ഒരു പുല്ലിന്റെ കഷ്ണം പോലും നമുക്ക് ദുഃഖം എത്തിക്കുന്ന സാധിക്കുന്നതാണ് പുല്ല്. ഹമേ അപ്പനെ ജീവൻ മേ വിനമ്രത സ്നേഹ ദയ ആദി ഭാവോं से दूसरों के साथ ബർത്താവ് കർണ ചാഹിയെ. നമ്മള് ദയോടും സ്നേഹത്തോടും വിനമ്രത എളിമയോടും കൂടി മറ്റുള്ളവരോട് ഭർത്താവ് കർണ ചാഹിയെ, ഭർത്താവ് കർണ പെരുമാറണം എന്നാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. തബ് ഹമാരെ ജീവൻ മേ സഫലത അവർ സമ്മാൻ മിൽജായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയവും ആദരവും ഒക്കെ ലഭിക്കും എന്നാണ് കവിത നമ്മളോട് പറയുന്നത്. അപ്പോൾ ആശയം എഴുതാനായിട്ട് ഈ കവിതയിൽ നിന്ന് വരാം. ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ആശയം തന്നിട്ട് ആ വരികൾ എടുത്തെഴുതാൻ വരാം. അർത്ഥവാലി ശബ്ദോങ്ക സഹി മിലാൻ കരയും. കവിതകളിൽ നിന്നെല്ലാം വരാൻ സാധ്യതയുള്ളത് ഈ 3 ചോദ്യമാണ്. ആ വാക്കുകൾ കവിതാഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതുക. Rapid revision. Final